ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പിയുടെ മേക്കപ്പ് ലോഞ്ചിൻ്റെ ഇനാഗുറേഷനാണ് താമരശ്ശേരി. അതായത് പോപ്പി എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര അടുത്തുള്ള ഒരു ഫ്രണ്ടാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരു സമയത്താണ് നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ അവൻ വർക്ക് ചെയ്ത് ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം വർക്ക് ഹാർഡ് ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ ഫസ്റ്റ് കൊളാബ് ഷൂട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് അവൻ ഫസ്റ്റ് ഐഫോൺ വാങ്ങിയ സമയം, അതുപോലെ ഫസ്റ്റ് കാറ് വാങ്ങിയ സമയം, ചില അവൻ്റെ നല്ല മൈൽ സ്റ്റോണുകളിലൊക്കെ ഞാൻ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അവൻ്റെ മേക്കപ്പ് ലോഞ്ചിൻ്റെ ഇനാഗറേഷന് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് നല്ല നല്ല നിലയിൽ എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഹാപ്പിനെസ് വരുമല്ലോ. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഓൾ ദ ബെസ്റ്റ് പോപ്പി, ആൻഡ് ഐ എം വെരി വെരി പ്രൗഡ് ഓഫ് യു. പിന്നെന്താ, എല്ലാ നല്ല കാര്യങ്ങളും നിനക്കും നിൻ്റെ ഫാമിലിക്കും നിൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. സോ നമുക്ക് താമരശ്ശേരി വരെ പോവാം. ബൈ. ഹായ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ താമരശ്ശേരിക്ക് വണ്ടിയിൽ പോണത്. അരിക്കൊടിക്ക് പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ കുറച്ച് അനുഭവങ്ങൾ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഊട്ടി പോയത്, ഇപ്പോൾ ആദ്യമായിട്ട് താമരശ്ശേരി വരെ പോകണത് വണ്ടിയിൽ. ആദ്യമായിട്ട് താമരശ്ശേരി പോയിട്ട് വണ്ടിയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡാണ് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചടപ്പുണ്ട് എനിക്ക് ഈ നടു റോട്ടിലൊന്ന് വ്ളോഗ് ചെയ്യാൻ. ഇറങ്ങിക്കഴിഞ്ഞാൽ പരിചയമുള്ള ആരെങ്കിലും ഒരാളെ കാണും. കണ്ട് സംസാരിച്ച് അവസാനം അത് ഫുഡിലാവും ലാസ്റ്റ് എത്തുക. അങ്ങനെ ഞങ്ങൾ കാവന്നൂരിലെ സ്വദേശി റെസ്റ്റോറൻറ്റിൽ എത്തി. അത്യാവശ്യം ഫേമസ് ആണ് ഇവിടെ എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ബീഫ് ബിരിയാണി കഴിച്ചു. ഫസ്റ്റത്തെ ബീഫ് ബിരിയാണി ഞങ്ങൾക്കായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. എനിക്കിഷ്ടമായി, സംഭവം നൈസായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അരീക്കോട് എത്തി. നമുക്ക് ഈ മാപ്പ് ഇടാം. വെറുതെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാലോ. ചുങ്കം താമരശ്ശേരിയാണ് അവൻ്റെ സ്ഥലം. സോ അവിടെയാണ് കട വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഓക്കെ, ഇനി 24 കിലോമീറ്റർ 36 മിനിറ്റ് കൂടി പോയിട്ട് വരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കോളേജ് ഡേയ്സ്, ഞാൻ KMCTയിലാണ് പഠിച്ചത്, മുക്കത്ത്. അപ്പോൾ ആ മുക്കത്തുള്ള കോളേജ് ഡേയ്സിൽ 4 വർഷം കണ്ടിന്യൂസ് പോയ റൂട്ടാണ്. അന്ന് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ റോഡൊക്കെ ഒന്ന് നന്നായത്. അതുവരെയുള്ള റോഡ് പണി മൊത്തവും ഞാൻ കൊണ്ടുണ്ടായി. അവിടുത്തെ പൊടിയും ഇല്ല ബ്ലോക്കിലൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അതൊന്ന് ആ പഴയ മെമ്മറീസൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ്. ഇതിന് കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ പറ്റുകയാണെങ്കിൽ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ റെസ്റ്റിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. താമരശ്ശേരിക്ക് 15 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. മുക്കത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. ഞാൻ കരിമ്പ് ജ്യൂസ് ഫാനൊന്നും നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടയിലെത്തി. ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എത്തിയ തിരക്ക് കഴിഞ്ഞിട്ട് പോകാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ താരം പോപ്പി. വെൽക്കം ടു പോപ്പീസ് മേക്കപ്പ് ലോഞ്ച്. ഈ രണ്ടറ്റത്തിരിക്കുന്ന നീത്തും മിഥുനുമാണ് ദ ഫ്ലവർ സ്റ്റുഡിയോൻ്റെ ഫൗണ്ടേഴ്സ്. അവർ നന്നായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ പേജ് ചെക്കൗട്ട് ചെയ്യാം. ഇല്ല, ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ എല്ലാം കേട്ടു. കാണിച്ചാ ഇതാണ് പോപ്പി. ബാക്ക് ഇതാണ്. അത് കിട്ടിയിട്ടില്ല. ഇതാണ് പോപ്പിയുടെ ഓഫീസ്. അതെ, പോപ്പി ഇരിക്കും. പോപ്പി ഇതെല്ലാം പോപ്പിയുടെ സർട്ടിഫിക്കറ്റുകളാണ്. പോപ്പിയുടെ ഒന്നും ക്യാഷ് കൊടുത്ത് മേടിച്ചല്ല, എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ആരടാ അച്ചടാ. സോ ഇതാണ്. ഓക്കെ, നമ്മുടെ ബ്രൈഡൽ ഏരിയ കാണിച്ചു. okay, fine. Makeup area. And this is the artist. At a time, 2 brides. 2 brides, okay. What is this? This is our facial room.
ഇതെന്താ? അത് മറ്റേ ഹൈഡ്രാഫേഷ്യൽ. എനിക്കൊരിടം ചെയ്യണം ഹൈഡ്രാഫേഷ്യൽ. അപ്പൊ ഇതാണ് ഹെയർ കട്ട് ഏരിയ. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ പോപ്പീസ് മേക്കപ്പ്. താമരശ്ശേരി സുന്ദർ. അതെ, താമരശ്ശേരിയിലെ എവിടെ കറക്റ്റ് ലൊക്കേഷൻ പറ. BSNL ഓഫീസിന്റെ നേരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളവര് വരിക, വിസിറ്റ് ചെയ്യുക, സർവീസ് എടുക്കുക. ഇവരുടെ അടുത്ത് കുപ്പിയെ പരിചയപ്പെട്ട് എന്തായാലും വീണ്ടും വരേണ്ടതാണ് അല്ലേ? വരും. സോ അതാണ്. സോ ഐ എം വെരി ഹാപ്പി. സത്യമായിട്ട് ഈ വീഡിയോ എന്തായാലും കാണണം. തുടക്കത്തിലൊരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ കരഞ്ഞിട്ടാവല്ലേ. അപ്പൊ ഐ എം വെരി പ്രൗഡ്. ഇതുപോലെ ഇവിടെ മറ്റേ കുറെ ഷൂട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടക്കും എന്താ അറിയില്ല. ബൈ പറയൂ ഗൈസ്. അല്ല, ഇവിടെ തിളങ്ങണം. ഇതാണ് പോപ്പിയുടെ സഹധർമ്മിണി. മലയാളി എങ്ങോട്ടാ കൊണ്ടുപോണേ? ആകെ തിരക്കാവും, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഗ്യാപ്പ് കിട്ടൂല വിചാരിച്ചിട്ടാണ് ഞാൻ നല്ല ബീഫ് ബിരിയാണിയൊക്കെ തട്ടി വന്നത്. പക്ഷേ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി. അല്ലേലും അങ്ങനെ തന്നെയാണ് വരിക. ഫുഡ് കഴിക്കും. ഞാൻ മാത്രം ഒന്നും ഓർഡർ ചെയ്തില്ല. ഞാൻ എല്ലാവരെയും കഴിക്കാം. ഞാൻ പോപ്പീൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ കോളേജ് ഫ്രണ്ട് ഉണ്ട്, ശ്രീവിദ്യ. ഞങ്ങളൊരു ടീമായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ട് ഒരു കണ്ടിട്ടും വിളിയൊന്നുമില്ല. അപ്പോൾ അവൾ ഇവിടെ അടുത്തുള്ള ഈ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. ശ്രീവിദ്യ ഉണ്ടോ? നൈസായിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കുടിച്ചു, കുറേ നേരം സംസാരിച്ചു. കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ശ്രീവിദ്യനെ കണ്ടു. കുറേ കാലം, ഞങ്ങൾ സത്യം പറഞ്ഞാൽ 3-4 കൊല്ലമായി കണ്ടിട്ട്. കണ്ട് കുറേ നേരം സംസാരിച്ചു. നമുക്ക് തിരിച്ചു പോവാം. സോ നമുക്ക് 44 കിലോമീറ്റർ പോവാണ്ട്. 1 മണിക്കൂർ 16 മിനിറ്റ്. നമ്മൾ എത്ര മിനിറ്റ് കൊണ്ട് എത്തും നോക്കാം. 5:10 ഞാൻ പോകുന്നത്. ആണ് ഇരവഴഞ്ഞിപ്പുഴ. ഉള്ളത് മുക്കത്തുള്ള ഒരു വഴിപ്പാലത്തിലാണ്. ഞാൻ അങ്ങനെ വിളിക്കാറ്. ഇതൊരു ജംഗ്ഷൻ പാലമാണ്. പക്ഷെ ഭയങ്കര രസമുള്ളൊരു പാലമാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഈവനിങ് ഇറങ്ങും. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി മോസ്റ്റ്ലി 2 വീലറിലാണ് വരിക. അവിടെ ഇപ്പോൾ ഒന്ന് ചില്ല് ചെയ്തിരിക്കണം. എനിക്കിഷ്ടമാണ് ഈ സ്ഥലം, ഭയങ്കര രസമാണ്. കണ്ടോ, പാലം, അവിടെ നിന്നൊരു പാലം, എന്നിട്ട് ഇവിടെ ജംഗ്ഷൻ, എന്നിട്ട് ഇതൊരു പാലം, അതാ അങ്ങോട്ടൊരു പാലം. അങ്ങനെ ഒരു സ്ഥലമാണ് ഗായ്സ് ഇത്. എനിക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ, പുഴ കാണുമ്പോൾ നമ്മുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള റേഷൻ കാർഡ്, ഫോണൊക്കെ ഇങ്ങനെ ഇടാൻ തോന്നും. അങ്ങനത്തെ വിയേർഡ് തോട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. എനിക്കൊന്ന് ബസ്സിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൈക്കിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പുഴയ്ക്ക് ഇടണം എന്നൊരു തോന്നല. വിയേർഡാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോട്ടെ, മഞ്ചേരിയിലോട്ട് യാത്ര തിരിക്കട്ടെ. മുക്കത്തുനിന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞാലാണ് ഈ റോഡ്. അപ്പോൾ അവിടെ റോഡുണ്ട്, അരീക്കോട്, അങ്ങോട്ട് പോകാം. റോട്ടിലൂടെ പോയേക്കാം. അരീക്കോട് എത്തുന്നു. റോട്ടിൽ കൂടെ നമ്മളിതാ അരീക്കോട് മുക്കം റോഡിലേക്ക് എത്തി. നല്ല പന്ന റോഡായിരുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ മഞ്ചേരി എത്തിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ നല്ല നല്ല എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് ഞാൻ നിങ്ങളായിട്ട് ഇനിയും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.